ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ ഉള്ളത് അക്കരെ കൊട്ടിയൂര്. അപ്പൊ ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അപ്പൊ ഫോളോ മീ. ഞാനും വാവലിപ്പുഴയിൽ നിന്ന് കല്ലുകൾ തമ്മിൽ കൂട്ടി ഉരസി എന്നിട്ട് ചന്ദനം ഉണ്ടാക്കി തൊട്ടു. നമ്മളെ മാത്രം എന്തിനാ ഓർക്കുന്നത്? അപ്പോൾ ഇതാണ് വാവലിപ്പുഴ. ഇവിടെ നിന്ന് കുളിച്ച് ശുദ്ധീകരണം നടത്തി നേരെ കിഴക്കേ നടയിലേക്ക് പോകുന്നു. കിഴക്കേ നടയിൽ നിന്ന് നേരെ കൊട്ടേരിക്കാവ് അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് കൊട്ടേരിക്കാവ്. ഇതാണ് തിരുവഞ്ചിറ. ഇവിടെ 3 പ്രാവശ്യം വലം വെക്കണം. വലം വെച്ചിന്, പക്ഷെ എല്ലാ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഈ തുരങ്കത്തിൽ നിന്നാണ് തിരുവഞ്ചിറയിലേക്ക് വെള്ളം വരുന്നത്. ഇപ്പോൾ തിരുവഞ്ചിറയിൽ ഉരുളൻ കല്ലുകളില്ല, പകരം ഇന്റർലോക്ക് ആണെന്ന് തോന്നുന്നു. വലിയ കല്ലുകളാണ് അവിടെ അടിയിലുള്ളത്. തിരുവഞ്ചിറയിൽ ഒരാള് ശയനപ്രദക്ഷിണം നടത്തുന്നുണ്ട്. പണ്ടല്ല ഉരുളൻ കല്ലിലൂട്ടിയാണ് ശയനപ്രദക്ഷിണം നടത്തുന്നത്. ഇപ്പൊ നീ അടിയിൽ വലിയ വലിയ കല്ലുകളാണ്, അതായത് ഇന്റർലോക്ക് പോലത്തെ കല്ലുകൾ. അതുകൊണ്ട് വലിയ ഫലമൊന്നും ഇപ്പം കിട്ടാൻ സാധ്യതയില്ല. പഴയതുപോലെ ആകണമെന്ന്. ഇതാണ് നമ്മുടെ കൊടുമൺ ശിവൻ. അപ്പൊ ആനേന്റെ അടുത്ത് പോകാനൊന്നും പ്രവേശനമില്ല. പണ്ട് 10 രൂപ കൊടുത്തിട്ട് ആനേനെ തൊടാൻ പറ്റും, ഇപ്പൊ അതാവില്ല. ആനയുടെ പേരൊന്നും അറിയില്ല, പക്ഷെ ചന്ദ്രശേഖരൻ ആണെന്ന് തോന്നുന്നു. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കേട്ടിനി. ആനയെല്ലുള്ള സ്ഥലത്തിന്റെ അടുത്ത് തന്നെ ചുക്ക് കാപ്പി കിട്ടും കേട്ടോ, നല്ല പോയി കുടിച്ചോ. ആടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം കണ്ടാണ് നല്ല കർണാടക ചെട്ടികൾ, ഇറുക്കത്തിനും മുറുക്കത്തിനും. എന്നിട്ട് നേരെ ഇക്കരെ കൊട്ടിയൂരിൽ വരുമ്പോന്ന് ഇത് കാണുന്ന അപ്പോപ്പം കുറെ തൈലവും കാര്യങ്ങളും വെക്കുന്നത്. ഞാൻ നല്ലൊരു അറബി പാൽക്കായ എടുത്തിന്. അപ്പൊ എന്ന് വെച്ചാൽ വേറെന്ന് വെച്ചാൽ ദേവധാര സഞ്ജീവനി എരുത്തൈലെല്ലാം ഉണ്ട് കേട്ടാ. അപ്പോൾ എല്ലാരും വാങ്ങാൻ ശ്രമിക്കുക, അപ്പോപ്പനൊരു സഹായമായിട്ട്. ഇനി കൊട്ടിയൂരിപ്പൂ മാത്രം കാണിച്ചിട്ടാന്ന് കേൾക്കണ്ട, അപ്പൊ കൊട്ടിയൂരിപ്പൂവിന്റെയും കൂടി എടുത്തിന് കേട്ടാ.